ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടയത്തെ ടാറ്റയുടെ ഷോറൂമിലാണ്. ടാറ്റയുടെ വാഹനങ്ങൾ നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്, കാരണം ഒരുപാട് സേഫാണ്, അത്യാവശ്യം നല്ല ഡിസൈനാണ്. ഇപ്പോഴത്തെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളെല്ലാം ടാറ്റ നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ നമ്മൾ പല ആളുകളും ടാറ്റയുടെ വാഹനങ്ങൾ എടുക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? ടാറ്റയുടെ സർവീസ് മോശമാണ് എന്നൊരു പൊതുവെ ഒരു പറച്ചിലുണ്ട്. അതുകൊണ്ടല്ലേ ഇനി മുതൽ നമുക്ക് അങ്ങനത്തെ യാതൊരു ടെൻഷൻ്റെയും ആവശ്യമില്ല. കാരണം എന്താണെന്ന്, ഇപ്പം നമ്മളോട് ഒരു ബ്രാൻഡ് ഏറ്റവും നല്ല സർവീസ് കൊടുക്കുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമ്മൾ ആദ്യം പറയുന്നത് ടൊയോട്ട ആയിരിക്കും, അതും നിപ്പോൺ ടൊയോട്ട ആയിരിക്കും അല്ലേ. അതേ നിപ്പോണിന്റെ കീഴിൽ ഉള്ള ലെക്സോൺ എന്ന് പറയുന്ന പുതിയ ബ്രാൻഡാണ് ടാറ്റയുടെ 40ഓളം ഷോറൂമുകൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതേ നിപ്പോണിന്റെ മാനേജ്മെന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സെയിൽസ് ആയാലും അതേപോലെ ആഫ്റ്റർ സർവീസ് ആയാലും എല്ലാം എന്ത് ടൊയോട്ടയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നോ അതേ സർവീസ് തന്നെ ഇവിടെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇനി നമുക്ക് ഒരിക്കലും ഈ സർവീസിന്റെ കാര്യത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ധൈര്യമായിട്ട് ടാറ്റയുടെ വാഹനങ്ങൾ നമുക്ക് വാങ്ങാനായിട്ട് തീരുമാനമെടുക്കാം. ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് പഞ്ചിന്റെ 421 കിലോമീറ്റർ റേഞ്ച് വരുന്ന വേരിയന്റ്, ബേസ് വേരിയന്റ് എന്നാണ് നിങ്ങൾ തംബ്നെയിൽ കണ്ടത് അല്ലെ. ആക്ച്വലി ഇതൊരു ബേസ് വേരിയന്റ് തന്നെയാണ്, കാരണം 421 കിലോമീറ്റർ റേഞ്ച് വരുന്ന ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വേരിയന്റ് മുതലാണ്, അഡ്വഞ്ചർ എന്ന് പറയുന്ന വേരിയന്റ് മുതലാണ്. ഈ വാഹനം നിങ്ങളെ പരിചയപ്പെടുത്താനും അതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളോടൊന്ന് പറയാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പഞ്ചിന്റെ അഡ്വഞ്ചർ വേരിയന്റിൻ്റെ അകത്ത് ലോങ് റേഞ്ച് ഈ ഒരു വാഹനത്തിന് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 14,30,000 രൂപയാണ്. ഇതിന്റെ മറ്റ് 1-2 വേരിയന്റുകളുണ്ട്, സൺറൂഫ് ഉള്ളതും അതേപോലെ ഫാസ്റ്റ് ചാർജിങ് കൂടെ നമുക്ക് ഓപ്ഷണലായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ആ വേരിയന്റ് പ്രൈസ് ഞാൻ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഉണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പറയേണ്ടത് ഹെഡ് ലാമ്പ് യൂണിറ്റിനെ കുറിച്ചാണ്. ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് നമുക്ക് ഈ ഒരു വേരിയന്റിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. LED ആണ്. അതേപോലെ തന്നെ ഒരു ഫോഗ് ലാമ്പ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് എയർ ഡാമും നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യമാണ്, ചാർജ് ചെയ്യുന്നത് ഈ ഒരു സോക്കറ്റിലാണ്. ഇത് നമുക്ക് അകത്തുനിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും, മറ്റൊരു രീതിയിലും ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. വാഹനത്തിന്റെ അകത്ത് നിന്ന് നമുക്ക് ഈ ഒരു ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഫ്രണ്ടിൽ ആ ഒരു ചാർജിങ് സോക്കറ്റ് ഓപ്പൺ ആയിട്ട് വരും. അത് മറ്റൊരു ഓപ്ഷനാണ്. നമുക്ക് ഈ ഒരു കേബിൾ നൽകിയിട്ടുണ്ട്. ഇൻ കേസ് ആ ബട്ടൺ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ കേബിൾ പിടിച്ചൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഇതിന്റെ കണക്റ്റഡ് DRLs. നമുക്ക് ഈ ഒരു വേരിയന്റിനകത്ത് അവൈലബിൾ ആണ്. ഇതെല്ലാം ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു DRL തന്നെയാണ് നമുക്ക് ഈ ഒരു വേരിയന്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. വശങ്ങളിൽ നിന്ന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പറയേണ്ടത് ടയറിനെ കുറിച്ചാണ്. 16 ഇഞ്ച് ടയറുകളാണ് നമുക്ക് ഈ ഒരു വേരിയന്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ 4 വീലും ഡിസ്ക് ബ്രേക്കുകളാണ് ടാറ്റ നമുക്ക് ഈ ഒരു വേരിയന്റിൽ നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ക്ലാഡിങ് കാര്യങ്ങൾ എല്ലാം ഒരു SUV സ്റ്റാൻസ് കൊടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു EVയുടെ ബാഡ്ജിങ്ങും നൽകിയിട്ടുണ്ട്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ്, ഇതിൻ്റെ മിററിൽ തന്നെയാണ് ഇൻഡിക്കേറ്റർ നൽകിയിരിക്കുന്നത്. ഇലക്ട്രോണിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറർ കാര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നത്. ഡോർ ഹാൻഡിലിൽ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങൾ എല്ലാം നൽകിയിട്ടുണ്ട്. ഒരു കീലെസ് എൻട്രി നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റൂഫ് റെയിൽ ഒന്നും നമുക്ക് ഈ ഒരു വേരിയന്റിനകത്ത് നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ ബാക്കിലും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കുകൾ തന്നെയാണ് ഈ ഒരു വേരിയന്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് അലോയ് വീൽ അവൈലബിൾ അല്ല, എങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്ന വീൽ കപ്പുകൾ ഒറ്റ നോട്ടത്തിൽ നമുക്കതൊരു അലോയ് വീലാണ് എന്ന് തോന്നുന്ന ഡിസൈനിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടാറ്റയുടെ 50 ലക്ഷം കാറുകൾ വിറ്റു ആ ഒരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വണ്ടിയുടെ ബാക്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. പുറകിലെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുമ്പം ആദ്യമായിട്ട് നമുക്ക് ടെയിൽ ലാമ്പിനെ കുറിച്ച് പറയണം. നമ്മൾ പഞ്ചിൽ ഇതുവരെ കണ്ട് ശീലിച്ചിട്ടുള്ള അതേ ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ ഹാലജൻ ആയിട്ടാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. പിന്നെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് കാര്യങ്ങൾ, ആ ഒരു ലൈറ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഒരു FM ആൻറ്റിന നമുക്ക് ഈ ഒരു വേരിയന്റിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ ബമ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്കിഡ് പ്ലേറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. റിവേഴ്സ് സെൻസേഴ്സ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആണ്, ഈ ഒരു വേരിയന്റിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. പഞ്ച് EV എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറയും നമുക്ക് ഈ ഒരു വേരിയന്റിനകത്ത് അവൈലബിൾ ആണ്. ഇത്രയും ഫീച്ചേഴ്സാണ് പഞ്ചിന്റെ ഔട്ട്സൈഡ് ബാക്കിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിന്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. 366 ലിറ്ററാണ് ഈ വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ലൈറ്റ് നൽകിയിട്ടുണ്ട്. രാത്രിയിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ വെക്കാനും ഒക്കെ നല്ലതാണ്. അതേപോലെ ഇത് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന ടൈമിൽ കൊണ്ടുപോകാനുള്ള ഒരു പോർട്ടബിൾ ചാർജറാണ്, അതും ഇവിടെ നൽകിയിട്ടുണ്ട്. അതേപോലെ ഇത് നമ്മൾ വീട്ടിൽ ഘടിപ്പിക്കാനുള്ള 3.3 കിലോവാട്ടിന്റെ ചാർജിങ് യൂണിറ്റ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇതിന് നമുക്ക് സ്പെയർ വീൽസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു വേരിയന്റിൽ അവൈലബിൾ അല്ല. ഈ ഒരു വേരിയന്റിലല്ല, ഈ പഞ്ചിൽ നമുക്ക് അവൈലബിൾ അല്ല ഈ വീല്. അതേപോലെ
ഒരു പാർസൽ ട്രേ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സീറ്റ്സ് നമുക്ക് ബെഞ്ച് ഫോൾഡിംഗ് ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാം. ആ ടൈമിൽ കുറച്ചും കൂടെ ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇത്രയും ഫീച്ചേഴ്സാണ് ഇതിൻ്റെ ബാക്കിൽ നിന്ന് പറയാനുള്ളത്. വണ്ടിയുടെ ഉള്ളിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഉണ്ടെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ഞാൻ നിങ്ങളെ കീ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ഈ ഒരു വേരിയന്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള കീ. മുന്നേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കീലെസ് എൻട്രി കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വേരിയന്റിനകത്ത് അവൈലബിൾ ആണ്. ആദ്യമായിട്ട് നമുക്ക് ഡോറുകളെ കുറിച്ച് തന്നെ പറയാം. ഡോറുകൾ 90 ഡിഗ്രിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡോറുകൾ നൽകിയിരിക്കുന്നത്. പിന്നെ ഒരു ഡുവൽ ടോൺ കളറാണ് ഈ ഒരു വാഹനത്തിന് ഇന്റീരിയർ അവർ നൽകിയിരിക്കുന്നത്. ഒരു ബ്ലാക്ക്, അതേപോലെ ഒരു ഗ്രീൻ കളർ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഹാൻഡിൽസിൽ ഒരു പിയാനോ ബ്ലാക്ക് കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 4 ഡോർ പവർ വിൻഡോ നമുക്ക് ഈ ഒരു വേരിയന്റിനകത്ത് അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് ട്വീറ്റേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്ത് സ്പീക്കർ നൽകിയിട്ടുണ്ട്. അതേപോലെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ മറ്റൊരു കാര്യമാണ് ഈ ഒരു ഭാഗത്ത് ഇതിന്റെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സിന്റെ കൺട്രോൾ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ സീറ്റ്സിനെ കുറിച്ച് പറയാം. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ടിന്റെ സ്വിച്ച് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. അതേപോലെ ഇവിടെ 2 ഡമ്മി സ്വിച്ചസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ഇന്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോഴത്തെ എല്ലാ ടാറ്റയുടെ വാഹനങ്ങളിലും കാണുന്ന രീതിയിൽ തന്നെ ഒരു 2 സ്പോക്ക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ഈ ഒരു വാഹനത്തിലും അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഇടത് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു കൺട്രോൾസ് വെച്ചിട്ട് നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വലതുവശത്ത് നൽകിയിരിക്കുന്ന ഈ കൺട്രോൾസ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നമുക്ക് കൺട്രോൾ ചെയ്യാനും അതേപോലെ ക്രൂയിസ് കൺട്രോളും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടും ഈ വലതുവശത്തെ കൺട്രോൾ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സെൻട്രലിൽ നമ്മൾ ഇപ്പോഴത്തെ ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും കാണുന്ന രീതിയിൽ തന്നെ ഒരു ഇലുമിനേറ്റഡ് സ്റ്റിയറിംഗ് വീൽസ് ആണ് നമുക്ക് ഈ നൽകിയിരിക്കുന്നത്. നമ്മൾ ടാറ്റയുടെ എല്ലാ വാഹനങ്ങളിലും കണ്ടു ശീലിച്ചിട്ടുള്ള അതേ ഹർമന്റെ ഒരു മ്യൂസിക് സിസ്റ്റം നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ഹർമന്റെ 4 സ്പീക്കേഴ്സും അതേപോലെ ഒരു 4 ട്വീറ്റേഴ്സും നമുക്ക് ഈ ഒരു വേരിയന്റിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ അതേപോലെ ആപ്പിൾ കാർപ്ലേ നമുക്ക് ഈ ഒരു വേരിയന്റിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ സെന്റർ കൺസോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഈ ഒരു വേരിയന്റിനകത്ത് അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്ത് ഹസാർഡ് സ്വിച്ച് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം ടച്ച് കൺട്രോൾസ് ആയിട്ടാണ് ഈ ഒരു വേരിയന്റിൽ നൽകിയിരിക്കുന്നത്. താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു 12 വോൾട്ടിന്റെ ചാർജിങ് സോക്കറ്റും അതേപോലെ ഒരു ഫാസ്റ്റ് ചാർജിങ് സോക്കറ്റും ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. ഒരു USB സ്ലോട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഗിയർ സെലക്ടർ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ ഇവിടെ ഒരു ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു ഭാഗം എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ നമുക്ക് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് സ്റ്റോറേജ് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ചെറിയ സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നു. പിന്നെ ഓട്ടോ ഹോൾഡ് അതേപോലെ പാർക്ക്, ഇലക്ട്രോണിക് പാർക്ക്, ആ കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ സ്വിച്ചസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ സ്പോർട്സ് മോഡ് അതേപോലെ എക്കണോമി മോഡ് ഒക്കെ സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചസ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. പിന്നെ പുറകിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. സൺഷെയ്ഡിനകത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് മിറർ കാര്യങ്ങൾ ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ കോ ഡ്രൈവറിൻ്റെ ഭാഗത്തായിട്ട് ഇവിടെ നമുക്ക് ഒരു മിറർ അവൈലബിൾ ആണ്. പിന്നെ സൺറൂഫ് ഉള്ള വേരിയൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ വേരിയൻ്റെ കൺട്രോൾസ് ഒക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇതിനകത്ത് നമുക്കിപ്പോൾ പാസഞ്ചർ എയർ ബാഗ് ഓൺ എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ഓഫ് ആക്കുകയും ചെയ്യാം. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് റീഡിംഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. LED ആണ് അത് നൽകിയിരിക്കുന്നത്. അതും വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതേപോലെ മിറർ നമുക്ക് മാനുവലി ഡേ നൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലാണ് മിററെല്ലാം നൽകിയിരിക്കുന്നത്. പിന്നെ ഗ്ലൗ ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് ഉള്ളൊരു ഗ്ലൗ ബോക്സ് നൽകിയിട്ടുണ്ട്. പിന്നെ ഇതൊരു കോൾഡ് ഗ്ലൗ ബോക്സ് ആണ് എന്നാണ് എനിക്കും തോന്നുന്നത്. ഇവിടെ ഒരു ഫയലൊക്കെ വെക്കാനായിട്ടുള്ളൊരു ഒരു ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടും നൽകിയിരിക്കുന്നു. അപ്പം പിന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യമാണ് ഡാഷ്ബോർഡിനെ കുറിച്ച്. മുന്നേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് അതേപോലെ ഒരു ഗ്രേ അതേപോലെ തന്നെ ഒരു ഗ്രീൻ ഒരു ടോണിലാണ് ഈ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യമാണ് സീറ്റ്സിനെ കുറിച്ച്. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സീറ്റ്സ് ഒക്കെ ഡിസൈൻ ചെയ്തത്. സീറ്റ്സിൻ്റെ ഫാബ്രിക്സ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഫാബ്രിക് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിട്ട്. ഇതിൻ്റെ ടോപ്പ് വേരിയന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് വേണമെങ്കിൽ അവൈലബിൾ ആണ്. പിന്നെ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വേരിയന്റിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ സീറ്റ്സിൻ്റെ ബോൾസ്റ്റേഴ്സ് ആണെങ്കിലും അത്യാവശ്യം നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം സീറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ബാക്കിലെ സീറ്റ്സ് എങ്ങനെ
എങ്ങനെയുണ്ടെന്ന് കൂടെ ഒന്ന് നോക്കാം. പുറകിലെ സീറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം തൈ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പം ഞാൻ 6.2 ഇഞ്ച് ഹൈറ്റ് ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ എൻ്റെ കംഫർട്ടിനാണ് ഫ്രണ്ടിലെ സീറ്റുകൾ ഇട്ടിരിക്കുന്നത്. എന്നിട്ടും എനിക്ക് ബാക്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതിരിക്കാം. എൻ്റെ കാലുകൾ ഈ ഒരു ഭാഗത്ത് ടച്ച് ചെയ്യുന്നുണ്ട്, എങ്കിലും എനിക്ക് പ്രോബ്ലംസ് ഒന്നുമില്ല, അത്യാവശ്യം ഇരിക്കാൻ പറ്റും. പിന്നെ ഈ രണ്ട് പേരും 6.2 ഇഞ്ച് ഹൈറ്റ് ഉള്ള ഒരാൾ ഇരിക്കുകയാണെങ്കിലാണ് ഈ ഒരു രീതിയിൽ ഒരു ടൈറ്റ് വരുന്നത്. അതല്ല ഒരു ആവറേജ് ഹൈറ്റ് ഉള്ള ഒരാളുകളാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല, നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സീറ്റുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് അവൈലബിൾ ആണ്, അതും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ബാക്കിലേക്ക് AC-യുടെ വെൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു വേരിയൻറ്റ്, ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതേപോലെ ചാർജിങ് സോക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വേരിയൻറ്റിൽ ബാക്ക് സൈഡിൽ നൽകിയിട്ടില്ല. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് ബാക്കിൽ നിന്ന് പറയാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് നമ്മുടെ പഞ്ചിൻ്റെ അഡ്വഞ്ചർ വേരിയൻറ്റ് EVയിൽ ലോങ് റേഞ്ചിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം. അപ്പോൾ നമുക്ക് ഇനി ധൈര്യമായിട്ട് ടാറ്റയുടെ വാഹനങ്ങൾ എടുക്കാം. കാരണം ലെക്സോൺ ആണ് സർവീസും അതേപോലെ സെയിൽസും എല്ലാം നോക്കുന്നത്. ഇപ്പോഴത്തെ ഷോറൂമുകൾ 40ഓളം ഷോറൂമുകൾ മുമ്പേ പറഞ്ഞതുപോലെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ നമുക്ക് ടാറ്റ ഇനി ധൈര്യമായിട്ട് വാങ്ങാം. നല്ലൊരു സർവീസും നല്ലൊരു കസ്റ്റമർ സർവീസ് എല്ലാം നമുക്ക് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, പല മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അടുത്തടുത്ത വീഡിയോസിലേക്ക് കുറച്ചും കൂടെ നന്നാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.